എല്ലാവർക്കും നമസ്കാരം. പഞ്ചപതി ലെസൺ പ്ലാനിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും പ്രയോജനം ചെയ്തു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. നിരവധി പേർ മെസ്സേജുകളിലൂടെയും നേരിട്ടും അതിനെക്കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പഞ്ചപതി ലെസൺ പ്ലാനിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അതായത് എങ്ങനെയാണ് ലെസൺ പ്ലാൻ എഴുതേണ്ടത്, പഞ്ചപതി രീതി പ്രകാരം എങ്ങനെയാണ് ലെസൺ പ്ലാൻ എഴുതേണ്ടത് എന്ന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കും. അവിടേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, NEP-യിലെ NCF-വുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർത്തു വെക്കണം നമ്മൾ ലെസൺ പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിരുന്നു. ആ NCF-ൽ പറയുന്ന ഡൊമൈൻസ്, അതുപോലെ തന്നെ കരിക്കുലം ഗോൾസ്, കോമ്പിറ്റൻസി, ഇവ ഒന്ന് മനസ്സിലാക്കി വന്ന് നമുക്ക് ലെസൺ പ്ലാനിലേക്ക് കടക്കാം. കാരണം ഇവ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ലെസൺ പ്ലാൻ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ NCF-ന്റെ പൂർണ്ണരൂപം നെറ്റിൽ അവൈലബിൾ ആണ്. അതൊന്ന് എടുത്ത് ഇതിൻ്റെ ഈ കോമ്പിറ്റൻസിയും അതുപോലെ തന്നെ കരിക്കുലം ഗോൾസും വരുന്ന ഭാഗം ഒന്ന് പ്രിൻ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നമുക്കതൊന്ന് നോക്കി വരാം. ഇതിലെ 5 ഡൊമൈൻസ് കാണാൻ കഴിയും. ഇപ്പോൾ നമുക്കറിയാം 5 ഡൊമൈൻസ് ഏതാണ്: ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, കൾച്ചർ ഡെവലപ്മെൻറ്റ്. ഇതാണല്ലോ 5 ഡൊമൈൻസ്. ഈ 5 ഡൊമൈൻസിൻ്റെ ഓരോന്നിനു നേരെയും വലതുവശത്ത് അതിൻ്റെ കരിക്കുലം ഗോൾസ് കാണാൻ കഴിയും. ഇപ്പോൾ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിന് CG1, CG2, CG3 എന്ന് പറഞ്ഞിട്ട് കരിക്കുലം ഗോൾസ് കൊടുത്തിട്ടുണ്ട്. ഡൊമൈൻസിൻ്റെ വികാസം കുട്ടിയിൽ ഉണ്ടാകുന്ന സമയത്ത് കുട്ടിയിൽ സമഗ്ര വികാസം നടക്കുന്നു എന്നതാണ് നമ്മുടെ സങ്കല്പം. അപ്പോൾ ഈ ഒരു സമഗ്ര വികാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കരിക്കുലം ഗോൾസ്, പഠന ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇനി ഈ പഠന ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇനി അടുത്ത പേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ കോമ്പിറ്റൻസി കാണാൻ കഴിയും. നമുക്ക് കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ കഴിവ്, പ്രാപ്തി നേടുക എന്ന അർത്ഥത്തിലാണ് കോമ്പിറ്റൻസി എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പഠന ലക്ഷ്യങ്ങൾ കുട്ടിയിൽ കൈവരിക്കുമ്പോൾ കുട്ടി എന്തെല്ലാം കാര്യങ്ങളിൽ പ്രാപ്തി നേടണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കവിടെ നോക്കിയാൽ അറിയാം, ഓരോ കരിക്കുലം ഗോൾസിനും അതിന് നേരെ 4 or 5 കോമ്പിറ്റൻസി കൊടുത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ആ ഓരോ കോമ്പിറ്റൻസിയും കുട്ടി നേടുന്ന സമയത്താണ് ആ പഠന ലക്ഷ്യം കുട്ടി നേടുന്നത്, ആ കരിക്കുലം ഗോൾ കുട്ടി അച്ചീവ് ചെയ്യുന്നത്. ആ കരിക്കുലം ഗോൾ അച്ചീവ് ചെയ്താൽ സ്വാഭാവികമായിട്ടും കുട്ടി ആ ഡൊമൈൻ നേടി എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ 3 ഘട്ടങ്ങൾ: ഒന്ന് ഡൊമൈൻ, മറ്റൊന്ന് കരിക്കുലം ഗോള്, മറ്റൊന്ന് കോമ്പിറ്റൻസി. ഇങ്ങനെയാണ് നമ്മൾ NCF എടുക്കുമ്പോൾ 3 മേഖലകൾ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ 3 തലങ്ങൾ നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് നമ്മുടെ ലെസൺ പ്ലാനിലേക്ക് വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ ഏതാണോ അത് നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക. ആ മനസ്സിൽ കൊണ്ടുവരുന്ന സമയത്ത് നമുക്കറിയാം ഈ ചാപ്റ്റർ ഏത് ഡൊമൈനുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിൽ വരും. ആ ഏത് ഡൊമൈൻ, ഏത് മേഖലയുടെ, കുട്ടിയുടെ ഏത് മേഖലയുടെ വികാസമാണ് ഈ ടോപ്പിക്ക്, ഈ ചാപ്റ്റർ പഠിപ്പിക്കുന്നതുകൊണ്ട് കുട്ടിക്ക് കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണോ, ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ആണോ, കൾച്ചറൽ ഡെവലപ്മെൻ്റ് ആണോ, ഇമോഷണൽ ഡെവലപ്മെൻ്റ് ആണോ, ചിലപ്പോൾ ഇതിലെ 1 or 2 ഡെവലപ്മെൻറ്റുകൾ ഒരുമിച്ച് വരുന്നുണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് അത് വരുന്ന കരിക്കുലം ഗോൾസ് കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ ആ കരിക്കുലം ഗോൾസിലേക്ക് നമ്മൾ പോകുന്നു. 2 or 3 കരിക്കുലം ഗോൾസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ചില സമയങ്ങളിൽ, ചിലപ്പോൾ ചില വലിയ ക്ലാസ്സുകളിലൊക്കെ ആ NCF-ൽ പറഞ്ഞ കരിക്കുലം ഗോൾസിന് പുറമെ വേറെ എന്തെങ്കിലും പഠന ലക്ഷ്യം കൂടി കുട്ടിക്ക് കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്കവിടെ അതുകൂടി ചേർക്കാം, അതിന് നമുക്ക് വിരോധമില്ല. അതുകൂടി നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോമ്പിറ്റൻസി കൂടി നമ്മൾ കണ്ടെത്തണം, നമ്മൾ എഴുതണം എന്ന് മാത്രം. അങ്ങനെ നമ്മൾ ഈ ഡൊമൈൻ ആദ്യം നോക്കുന്നു, ആ ഡൊമൈൻ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു, ആ ഡൊമൈൻ അനുസരിച്ചുള്ള കരിക്കുലം ഗോൾസ് നമ്മൾ NCF-ൽ നിന്ന് കണ്ടെത്തുന്നു. അല്ലെങ്കിൽ നമ്മൾ 1 or 2 എണ്ണം നമ്മൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പഠന ലക്ഷ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നു. ഇത് കഴിഞ്ഞാൽ ഈ കരിക്കുലം ഗോൾസ് വരുന്ന കോമ്പിറ്റൻസികൾ നമ്മൾ കണ്ടെത്തുന്നു. അത് NCF-ൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ കോമ്പിറ്റൻസികൾ കണ്ടെത്താൻ കഴിയും. ഏത് ഡൊമൈനാണോ ബന്ധപ്പെട്ടതാണോ അവിടെ CG1, CG2, CG3 എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ. അതിൽ നിന്നും ഇവിടേക്ക് വേണ്ട, ഈ പാഠഭാഗത്തേക്ക് വേണ്ട, നമ്മുടെ കുട്ടികൾക്ക് വേണ്ട നമ്മൾ നേരത്തെ കൊടുത്ത കരിക്കുലം ഗോൾസുമായി ബന്ധപ്പെട്ട
ഏറ്റവും ഉചിതമായ കോമ്പിറ്റൻസികൾ നമ്മൾ കണ്ടെത്തുന്നു. അപ്പോൾ കോമ്പിറ്റൻസിയും നമ്മൾ അതിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ ലെസൺ പ്ലാൻ എഴുതുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സാധാരണ ചെയ്യും പോലെ ക്ലാസ്, സബ്ജക്റ്റ്, പീരീഡ് ഇതൊക്കെ നമ്മൾ എഴുതുന്നു. ഇതിനൊന്നും യാതൊരു മാറ്റവുമില്ല. അതിനുശേഷം നമ്മൾ അതിൻ്റെ കണ്ടന്റിനെ കുറിച്ച് ചെറിയ 2-3 സെൻറ്റൻസിൽ കണ്ടന്റിനെ കുറിച്ചിട്ട് ഒന്ന് എഴുതുന്നു. ആ കണ്ടന്റിനെ കുറിച്ച് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതുന്നത് ഈ കരിക്കുലം ഗോൾസാണ്. കരിക്കുലം ഗോൾസിനെ കുറിച്ചിട്ട് കരിക്കുലം ഗോൾസ് ഏതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്, പഠന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നു അല്ലെങ്കിൽ എഴുതുന്നു. അതിനുശേഷം നമ്മൾ പഠന ലക്ഷ്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ കോമ്പിറ്റൻസി എഴുതുന്നു. കോമ്പിറ്റൻസി എന്ന് പറഞ്ഞ് കൊടുത്ത് കോമ്പിറ്റൻസിയെക്കുറിച്ച് അല്ലെങ്കിൽ കോമ്പിറ്റൻസി ഏതൊക്കെയാണ് 3-4 കോമ്പിറ്റൻസി ഉണ്ടാവും. ആ കോമ്പിറ്റൻസി നമ്മൾ എഴുതുന്നു. ഫൗണ്ടേഷൻ സ്റ്റേജ് കഴിഞ്ഞ് പ്രിപ്പറേറ്ററി സ്റ്റേജും അതുപോലെ തന്നെ മിഡിൽ സ്റ്റേജും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ NCF എടുത്തു കഴിഞ്ഞാൽ അതിൽ നോക്കിയാൽ കാണാൻ കഴിയും. അവിടെ ഓരോ സബ്ജക്റ്റ് തിരിച്ചിട്ടാണ് കരിക്കുലം ഗോളും കോമ്പിറ്റൻസിയും കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ലാംഗ്വേജിൻ്റെ കരിക്കുലം ഗോൾസ് എന്തെല്ലാം ആവണം മുതിർന്ന ക്ലാസ്സുകളിൽ, അതിൻ്റെ കോമ്പിറ്റൻസി എന്തൊക്കെയാണ്, അങ്ങനെ അവിടെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റും തിരിച്ച് കൊടുത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ കോമ്പിറ്റൻസിയും കരിക്കുലം ഗോളും ഒക്കെ വരുന്ന NCFലെ പേജുകളുണ്ടല്ലോ, അത് നേരത്തെ പറഞ്ഞ മാതിരി അതൊന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മളൊന്ന് വായിച്ച് പഠിക്കുന്നത് ഇതിൻ്റെ ആദ്യ സമയങ്ങളിൽ നല്ലതായിരിക്കും. ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്കൊന്ന് മനസ്സിലാവുന്നവരെ അതൊന്ന് വായിച്ച് പഠിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. ഇനി ഇപ്പം നമ്മൾ കോമ്പിറ്റൻസിയാണ് ലെസൺ പ്ലാനിൽ നമ്മൾ എഴുതിയത്. ഇനി കോമ്പിറ്റൻസിക്ക് ശേഷം ലേണിംഗ് ഔട്ട്കം എന്താണ് ഈ കോമ്പിറ്റൻസിയൊക്കെ കുട്ടിയിലുണ്ടാകുമ്പോൾ കുട്ടിയിലുണ്ടാകുന്ന മാറ്റം എന്താണ്, അതിൻ്റെ ലേണിംഗ് ഔട്ട്കം, കുട്ടിയിൽ നിന്ന് കിട്ടുന്ന മാറ്റം എന്താണ് എന്നുള്ളതാണ് ലേണിംഗ് ഔട്ട്കമായിട്ട് നമ്മൾ എഴുതുന്നത്. നമ്മൾ മുൻപത് എഴുതിയിരുന്നത് തന്നെയാണ്. പിന്നീട് ലേണിംഗ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, നമ്മൾ പഠിപ്പിക്കാൻ എന്തെല്ലാം പഠനോപകരണങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പിന്നീട് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞു. ഇനി ആണ് നമ്മൾ പഞ്ചപതിയിലെ പ്രധാനപ്പെട്ട ഭാഗം അഥീതിയിലേക്ക് നമ്മൾ വരുന്നത്. ഇനി എഴുതുന്ന അഥീതി, അതായത് ഒരു പുതിയ ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിലാണ് അവിടെ അഥീതി വരുന്നത്. അപ്പോൾ അഥീതി, പ്രാരംഭ പ്രവർത്തനം, അഥീതി എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങുന്നു. അഥീതിക്ക് വേണ്ടി എന്ത് ആക്ടിവിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് അവിടെ കാണിക്കുക. അഥീതിക്ക് വേണ്ടി കൊടുക്കുന്ന ആക്ടിവിറ്റി കാണിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മയുണ്ടാവണം. അഥീതി എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പ്രീ നോളജ് ടെസ്റ്റ് ചെയ്യലും ഒപ്പം കുട്ടിയെ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന പുതിയ അറിവിലേക്ക് കുട്ടിയുടെ മനസ്സിനെ കൊണ്ടുവരാൻ, ആ മനസ്സിനെ സജ്ജമാക്കുകയും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കണം അഥീതിയായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ 2 കാര്യങ്ങളും ഒപ്പം നടക്കണം. കുട്ടിയുടെ അറിവ് നമുക്ക് പരിശോധിക്കണം. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുട്ടിയിൽ എന്താ അറിവുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. ഒപ്പം തന്നെ കുട്ടിയിൽ പഠിക്കാൻ പോകുന്ന ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുട്ടിക്ക് ഒരു ജിജ്ഞാസ ഉണ്ടാക്കാൻ കഴിയണം. അതിലേക്ക് അത് പഠിക്കാൻ കുട്ടിയുടെ മനസ്സിനെ സജ്ജമാക്കണം. ഇതിന് പറ്റിയ തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി നമുക്ക് അവിടെ സെലക്ട് ചെയ്യാം. അഥീതി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത് വരുന്നതാണ് ബോധ്. അപ്പോൾ അഥീതിയിൽ അവിടെ നമ്മൾ അഥീതി എന്ന് സൈഡിൽ എഴുതിയിട്ട് വേണം നമ്മൾ ഇത് എഴുതാൻ. നേരത്തെ എഴുതിയിരുന്ന പ്രാരംഭ പ്രവർത്തനം എന്ന പേര് മാറ്റി അവിടെ അഥീതി എന്ന് എഴുതണം. രണ്ടാമത് ബോധ്. അപ്പോൾ നമ്മൾ സൈഡിൽ ബോധ് എന്ന് എഴുതണം. ബോധ് എന്ന് എഴുതിയിട്ട് നമ്മൾ ഒന്നാമത് കൊടുത്ത കരിക്കുലം ഗോൾ ഉണ്ടല്ലോ, ഫസ്റ്റ് കരിക്കുലം ഗോള്, ആ കരിക്കുലം ഗോളും അതിൻ്റെ കോമ്പിറ്റൻസിയും അത് അച്ചീവ് ചെയ്യാനുള്ള ആക്ടിവിറ്റി ആയിരിക്കണം ബോധ്. അതാണ് ആദ്യത്തെ കുട്ടിയുടെ അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ കൊടുക്കാൻ പോകുന്ന അറിവ് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് വരികയാണല്ലോ. അപ്പോൾ ആദ്യം എഴുതിയ കരിക്കുലം ഗോള് കുട്ടിക്ക് ലഭിക്കാൻ വേണ്ടിയുള്ള എന്ത് ആക്ടിവിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്, ആ കോമ്പിറ്റൻസി കുട്ടിയിലേക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള എന്ത് ആക്ടിവിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്, അതാണ് ആക്ടിവിറ്റി 1 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നത്. അവിടെ നമുക്ക് ലെസൺ പ്ലാനിനെ ആവശ്യമെങ്കിൽ 2 കോളമാക്കി തിരിക്കാം. കാരണം റെസ്പോൺസ് നമുക്ക് എഴുതണം. അപ്പോൾ നമുക്ക് ഇടതുഭാഗത്ത് നമ്മുടെ ആക്ടിവിറ്റിയെക്കുറിച്ചും വലതുഭാഗത്ത് നമുക്ക് കുട്ടികളുടെ റെസ്പോൺസും കൃത്യമായിട്ട് മുമ്പ് എഴുതിയിരുന്ന മാതിരി നമുക്ക് രേഖപ്പെടുത്തിക്കൊണ്ട് പോവാൻ സാധിക്കും. ഈ ആദ്യത്തെ ആക്ടിവിറ്റി നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ആദ്യത്തെ കരിക്കുലം ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ആക്ടിവിറ്റി നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ആ കോമ്പിറ്റൻസി ലഭിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതിന് ഒരു പക്ഷേ റെമഡിയൽ ടീച്ചിങ് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ അടിയിൽ തന്നെ റെമഡിയൽ ടീച്ചിങ് ആവശ്യമെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ ലെസൺ പ്ലാനിൻ്റെ ഏറ്റവും അവസാനവും നമുക്ക് റെമഡിയൽ ടീച്ചിങ് കൊടുക്കാം. അപ്പോൾ ഇവിടെ കൊടുക്കുകയാണ് ഒന്നുകൂടി ഉചിതം. കാരണം
ഈ ആക്ടിവിറ്റി നമ്മൾ റെസ്പോൺസിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ, ആരെങ്കിലുമൊക്കെ ഇത് അച്ചീവ് ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ അവർക്കത് അച്ചീവ് ചെയ്യാനുള്ള റെമഡിയൽ ടീച്ചിങ് എന്താ എന്ന് നമുക്ക് അവിടെ തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. ഇനി അവസാനം കൊടുക്കുകയാണെങ്കിലും ലെസൺ പ്ലാനിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് കൊടുക്കുകയാണെങ്കിലും അതിന് തെറ്റ് പറയാൻ ഇല്ല. അപ്പോൾ ബോധ് കൊടുത്തു കഴിഞ്ഞു. അടുത്തത് നമ്മൾ അതിൻ്റെ അടുത്ത സ്റ്റേജ് നമ്മൾ കൊടുക്കുന്നു, അതിൻ്റെ അഭ്യാസ്. അപ്പോൾ നമ്മൾ അഭ്യാസം എഴുതുന്നു. നേരത്തെ കൊടുത്ത ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ അറിവ് കുട്ടിയിൽ ഉറയ്ക്കാൻ വേണ്ടിയുള്ള അഭ്യാസ പ്രവർത്തനങ്ങൾ, അത് ക്ലാസ് റൂം അഭ്യാസങ്ങളാവാം, വീട്ടിലേക്ക് കൊടുത്തു വിടുന്ന ഹോംവർക്കുകളാകാം. പക്ഷേ ഫൗണ്ടേഷൻ സ്റ്റേജിൽ നമ്മൾ പറയുന്നുണ്ട് ഹോംവർക്കുകൾ എന്ന് പറയുന്നത് കാര്യമായിട്ട് ഉപയോഗിക്കരുത് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ കൊടുത്ത അറിവ് കുട്ടിയിൽ ഉറയ്ക്കാനുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ അവിടെ എഴുതുന്നു. അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ആ 2 കോളമാണ്, കുട്ടിക്ക് അപ്പുറത്ത് റെസ്പോൺസ് എഴുതാൻ കഴിയും. അപ്പോൾ അഭ്യാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പോകണം. ആ അടുത്ത സ്റ്റേജിലേക്ക് വരുന്നത് എന്താണെന്നുള്ളത് നമ്മൾ നോക്കാം. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രയോഗമാണ്. അപ്പോൾ നമ്മൾ പ്രയോഗം എന്ന് എഴുതി പ്രയോഗിന് വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, കുട്ടിയുടെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ കൊടുത്ത അറിവിനെ കൊണ്ടുപോകാൻ എന്ത് ആക്ടിവിറ്റിയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടിക്ക് കൊടുക്കുന്നത്, അവിടെ നമ്മൾ പ്രയോഗിൻ്റെ അവിടെ അത് എഴുതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസാർ, കുട്ടി കിട്ടിയ അറിവ് കുട്ടി പ്രചരിപ്പിക്കണം, അത് മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു നൽകണം. അതിന് നമ്മൾ കുട്ടിയോട് എന്താണ് നിർദ്ദേശിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് നിർദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ലൈബ്രറി പോയി സ്വാധ്യായം നടത്തി അറിവ് വർദ്ധിപ്പിക്കാനാവാം. അതിനുശേഷം അവിടുന്ന് ലഭിച്ച അറിവ് അസംബ്ലിയിൽ പറയാനായിരിക്കാം. അതല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് അതിൽ നിന്നും കുട്ടി കണ്ടെത്തിയ കാര്യങ്ങൾ ക്ലാസ് റൂമിൽ പറയാനായിരിക്കാം. എന്തായാലും കുട്ടിക്ക് ലഭിച്ച അറിവ് പ്രസരിപ്പിക്കാൻ വേണ്ടി ടീച്ചർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, അതാണ് പ്രസാർ എന്ന് പറഞ്ഞ് അവിടെ എഴുതേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പഞ്ചപതിയിലെ ഈ 5 സ്റ്റെപ്പുകൾ വന്നു കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് അസസ്മെൻ്റ് ആണ്. ഇത്രയുമാണ് ലെസൺ പ്ലാനിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത്. ഇത്രയുമാണ്. ഈ രൂപത്തിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ലെസൺ പ്ലാന് എഴുതുന്നത്. ഇപ്പോൾ ലെസൺ പ്ലാനിനെ കുറിച്ച് ഒരു ചെറിയ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് കരുതുന്നു. ഓരോ സബ്ജക്റ്റും എടുത്തുകൊണ്ട് അതിൻ്റെ ലെസൺ പ്ലാൻ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളിലേക്ക് കൃത്യമായി എത്താൻ വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം. അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം, മറക്കരുത്. ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ, എന്താണ് പഞ്ചപതി എന്ന വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഇതിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണണം. അടുത്ത വീഡിയോ ആയി 2 ദിവസത്തിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.